നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിലില്ലയോ, രാഹുൽ മാങ്കൂട്ടത്തിന്റെ കുൽസിത ചാറ്റ് പുറത്തു വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു കാര്യം, ഈ അണ്ണൻ എന്തൊക്കെ അണ്ണ കാണിക്കണേ. ഒന്നാമത് കോൺഗ്രസ് പത്തിയും മറത്തി താഴെ വീണ് എഴഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കൂടെ ഇതിനൊരു അന്ത്യമില്ല. ഇത് ശ്രീകൃഷ്ണന്റെ റെക്കോർഡ് പൊട്ടിക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തിൽ ഇറങ്ങിയിരിക്കുകയാണ് താങ്കൾ. എന്താണിത്? ഇപ്പൊ എത്രാമത്തെ സ്ത്രീയാണ് പുറത്തു വരുന്നത്? നമുക്ക് കാണാം. പുള്ളിക്കാരൻ അയച്ച മെസ്സേജിന്റെ ഒരു 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 പ്രസക്ത ഭാവം അടർത്തി എടുത്ത് വന്നിട്ടുണ്ട്. അതിനകത്ത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരുണ്ട്. പറയുന്നു, മാർച്ച് മിക്കവാറും എല്ലാ ഡേയ്സും ചെയ്യാം, നീ പ്രഗ്നന്റ് ആകാൻ റെഡിയാകുക. അതായത് അവിവാഹിതയായ ഒരു സ്ത്രീയോട് അവിവാഹിതനായ ഒരു ചെറുപ്പക്കാരൻ പറയുന്നു, നീ പ്രഗ്നന്റ് ആകാൻ റെഡി ആകൂ. അതിന് ആ പെൺകുട്ടിയുടെ മറുപടി പിൽസ് മുഖ്യം. അതിന് രാഹുൽ അണ്ണൻ നോ എന്നൊരു മറുപടിയും തിരിച്ചു നൽകുന്നുണ്ട്. സോ മ്യൂച്വൽ കൺസേണ്ടോടെ നടന്നൊരു പരിപാടിയാണിത്. അവർ തമ്മിൽ എത്തരത്തിലൊരു അത് മ്യൂച്വൽ കൺസേണ്ടോടെ നടന്ന പരിപാടിയാണ്. ഇല്ലെങ്കിൽ ഇങ്ങനെ പറയുമ്പോഴത്തേനും പിൽസ് വേണമെന്ന് പറയത്തില്ല. അപ്പോൾ സംഭവത്തിന് ഞാൻ ഓക്കെയാണ്, പക്ഷെ പ്രഗ്നന്റ് ആകാനേ ഉള്ളൂ എനിക്ക് ബുദ്ധിമുട്ട്. ഇതാണ് പെൺകുട്ടിയുടെ ചാറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന സാധനം. അതിന് മാങ്കൂട്ടത്തിൽ നോ എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് പുള്ളിക്കാരി വൈ എന്തുകൊണ്ടാണ് പിൽസ് വേണ്ടത്, എന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോൾ മാങ്കൂട്ടത്തിൻ്റെ മറുപടി, ഐ വാണ മേക്ക് യു പ്രഗ്നന്റ്, നമ്മുടെ കുഞ്ഞ് വേണം. എൻ്റെ മാങ്കൂട്ടത്തിലാണ്. അതിന് ഫസ്റ്റ് നിങ്ങൾ പുള്ളിക്കാരിനെ കെട്ടിയിട്ട് കുഞ്ഞിനെ ഉണ്ടാക്കുക. നമ്മൾ കേരള സമൂഹത്തിലല്ലേ ജീവിക്കുന്നത്? താങ്കൾ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഒരു മഹത് വ്യക്തിയല്ലേ? അപ്പൊ നമ്മുടെ നാടിന്റെ കൾച്ചർ അനുസരിച്ച് കെട്ടിയാലേ ഈ പരിപാടി നടക്കത്തുള്ളൂ. അല്ലെങ്കിൽ ചെറുക്കനും ചീത്തപ്പേര്, പെണ്ണിനും ചീത്തപ്പേര്, ചെറുക്കൻ ഇതുപോലെ നിന്ന് ഉരുകും. മനസ്സിലായോ? അതേസമയം ഇതിപ്പോ അമേരിക്കയിലായിരുന്നെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഇത് അനുവദിച്ചു തന്നെ ഈ പരിപാടി. ഇത് കേരളത്തിൽ ഇത് നഹി ചൽത്ത, നമ്മൾ സമ്മതിക്കില്ല. മനസ്സിലായോ? അപ്പോൾ ഇതിനുശേഷം ഇപ്പൊ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പലതരത്തിലുള്ള കോളുകളും കുൽസിത ചാറ്റുകളും പുറത്തു വന്നു. ഈ കോളുകളിലും ചാറ്റുകളിലും എല്ലാം മാങ്കൂട്ടത്തിൽ പറയുന്നൊരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് താല്പര്യമുണ്ട്, പരിപാടിക്ക് താല്പര്യമുണ്ട്, ഓക്കെ ആണോ, പിന്നെ ഗർഭിണിയായി കഴിഞ്ഞാൽ കളഞ്ഞേരെ, കൊച്ചിനെ നശിപ്പിച്ച് കളഞ്ഞേരെ. ഈ സാധനമാണ് ഇതിന് മുമ്പൊരു തവണ വന്ന സാധനത്തിൽ നമുക്ക് കാണാൻ സാധിച്ചത്. സോ ഇത് പുള്ളിക്കാരൻ കാലാകാലങ്ങളായിട്ട് പയറ്റി വരുന്നൊരു പരിപാടിയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എൻ്റെ മാങ്കൂട്ടത്തിൽ ഇതൊക്കെ ഉള്ളയാണോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു ഈ മാങ്കൂട്ടത്തിൽ. ഈ പ്രശ്നം എന്തുകൊണ്ടാണ് ഇപ്പോൾ ഉയർന്നു വന്നതെന്നുള്ള സാധനത്തിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പേ രാഹുൽ മാങ്കൂട്ടത്തിലും ഈ പെൺകുട്ടിയും തമ്മിലുള്ള കോളുകൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. അത് ഈ പ്രഗ്നന്റ് ആയതിനു ശേഷം കേട്ടോ, കേട്ടു നോക്കാം. ഡോക്ടർ അറിയാം, അമ്മയ്ക്കൊക്കെ അറിയുന്ന ഡോക്ടർ, എനിക്കൊരു പേടിയുണ്ട്. എനിക്ക് ആകെ വയ്യാണ്ടിരിക്കുകയാണ്. എനിക്ക് വൊമിറ്റിംഗ് ഉണ്ട്, എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതിനകത്ത്. എന്ത് ഡ്രാമാന്നാണ് പറയുന്നത്? എനിക്ക് വയ്യാണ്ടിരിക്കാൻ ഒന്ന് പ്രിയ സുഹൃത്തായി, രണ്ട് ഡ്രാമയായി. സുഹൃത്തിനോടാണല്ലോ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. വീട്ടിൽ പോയിട്ട് എനിക്ക് അമ്മയെ കണ്ടിട്ട് കരച്ചിട്ട് കഴിക്കാൻ പറ്റുന്നില്ല. ഇങ്ങോട്ട് ലോകം അവസാനിക്കുമ്പോൾ എനിക്കൊരു സമയം ചെയ്തു പോകുന്നു. പിന്നെ ഞാൻ അതിനെ പറ്റി ബോധമാകുന്നു. പിന്നെ ഇന്ന് ഞാൻ ചോദിച്ചപ്പോ മാത്രം വിളിക്കാൻ വയ്യാഞ്ഞിട്ടാണ് ഞാൻ പതുക്കെ സംസാരിക്കുന്നത്. എനിക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല മര്യാദയ്ക്ക്. എന്താ പറയാ, സ്മെല്ലൊന്നും എനിക്ക് അത്രയ്ക്ക് പിടിക്കുന്നില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എനിക്കിത് ആരോടും പറയാനും പറ്റുന്നില്ല. ഒന്നാം മാസത്തിൽ അപ്പൊ അത് അക്സെപ്റ്റ് ചെയ്തില്ലേ സാധനം? ഒന്നാം മാസത്തിൽ എന്തൊക്കെ പറ്റുമെന്നുള്ളത് എനിക്കറിയാം. നീ ഡ്രാമ നിർത്ത്. പുള്ളിക്കാരി കുറച്ചൊരു മസാല തൂക്കിയോന്ന് എനിക്കറിയാൻ പാടില്ല. ഇത് എന്താണ് ഇവർ നമ്മളുടെ പ്രശ്നം എന്ന് അറിയത്തില്ല. ഏതായാലും ഒന്നാം മാസം ആയപ്പോൾ സംഭവിച്ച സംഭവമാണ് ഈ സംഭവത്തെക്കുറിച്ച് സംഭവബഹുലമായി വിമർശിക്കുന്നത്. പുള്ളിക്കാരൻ ഇത് ഡ്രാമ ഇറക്കല്, നീ ഹോസ്പിറ്റലിൽ പോകുന്നൊക്കെ ഉള്ള സാധനങ്ങൾ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പ് ഈ രാഹുലിൻ്റെ ലീക്കായ കോളുകളിലും ഇതേ സമാന്തരമായ സാധനമാണ് വന്നിട്ടുള്ളത്. അതായത് ഫസ്റ്റിലെ ഇഷ്ടമാണെന്നുള്ള രീതിയിൽ പ്രേരിപ്പിക്കുന്നു, റൂമിലേക്ക് വരാനായിട്ട് പ്രേരിപ്പിക്കുന്നു. പ്രേരിപ്പിച്ചതിന് ശേഷം ആ പ്രേരണ ഒരു കുറ്റമായി
മാറ്റുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് രാഹുലിൻ്റെ പല പുറത്ത് വന്ന കുൽസിത കോളുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പക്ഷേ ഇതിനകത്തെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ആ സ്ത്രീയും പുരുഷനും പരസ്പര സമ്മതത്തോടെ ഏർപ്പെട്ട ഡിങ്കോൾഫിയിലാണ് ഈ സംഭവങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ളത്. ആ ഡിങ്കോൾഫി സംഭവിച്ചതിന് ശേഷം ഈ ചെറുക്കം പറ്റിയിട്ടാണെന്ന് മനസ്സിലായപ്പോഴാണ് ഈ പെൺകുട്ടികളെല്ലാം പുറത്തു വന്നത്. സോ നമ്മൾ പരസ്പര താല്പര്യത്തോടെ സമ്മതിക്കാൻ പാടില്ലായിരുന്നു. നമ്മൾ നോ പറയേണ്ടടുത്ത് നോ പറയാമെന്നൊരു സാധനം ഈ പെൺകുട്ടികൾക്കും വേണമായിരുന്നു, ഈ രാഹുലിനെ അന്ന് എക്സ്പോസ് ചെയ്യണമായിരുന്നു. ഇത് ഏതോ ഒരു മാർച്ചിലെ കഥയാണ് പറയുന്നത്. ഈ മാർച്ചിലെ കഥ എന്തിന് ഇപ്പോൾ പുറത്തുവിട്ടെന്ന് എനിക്കറിയില്ല. ആദ്യം നമ്മൾ ആ കാണിച്ച സ്ക്രീൻഷോട്ടിനകത്ത് മാർച്ചിൽ നമുക്ക് ആ പരിപാടിയാണ് രാഹുൽ സംസാരിച്ചായിട്ട് കാണിക്കുന്നത്. സോ അപ്പോൾ ഇത്രയും നാൾ എന്തുകൊണ്ട് ഇത് എക്സ്പോസ് ചെയ്തില്ല? സോ ഇതിൻ്റെ പിന്നിൽ ചില രാഷ്ട്രീയ ഉദ്ദേശങ്ങളുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും രാഹുൽ എത്ര വെടുപ്പല്ല എന്നുള്ള സാധനം നമുക്ക് അതിൽ മനസ്സിലായി. ബാക്കിയേക്കാം കണ്ടിട്ടുണ്ടാവും. എനിക്ക് എന്റെ കാര്യം മാത്രമേ എനിക്ക് ആദ്യത്തെ ദിവസം എങ്ങനെയാണോ ഇങ്ങനെയാണോ എന്തിനാണ് ഇങ്ങനെ ഒരു മാറ്റം വരുന്നത്? ഇത് ആരുടെ പ്ലാനാണ്? എന്റെ പ്ലാനാണോ? എന്റെ പ്ലാനാണോ? ആർക്കാണ് കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്? ഞാനാണോ? പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ ലാസ്റ്റ് മൊമെന്റിൽ ഇങ്ങനെ മാറുന്നത്? നിങ്ങൾ എന്തിനാണ് ഈ ലാസ്റ്റ് മൊമെന്റിൽ മാറുന്നത്? നിങ്ങൾ എന്തിനാണ് എന്തെങ്കിലും കൊല്ലാക്കൊല്ല ചെയ്യുന്നത്? നിങ്ങൾ എന്തിനാണ് ഈ കൊല്ലുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്കല്ല ഇതിനെ വേണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതൊക്കെ ഒരു ജീവനെ നശിപ്പിക്കുന്നത് ഇത് ഏത് തരത്തിലുള്ള കുറ്റകൃത്യമാണെന്ന് എനിക്കറിയാൻ പാടില്ല. അപ്പോൾ ഇതിനകത്ത് ആ പുള്ളിക്കാരി ഇത് ഓൾറെഡി കോൾ റെക്കോർഡിംഗ് ആയതുകൊണ്ടായിരിക്കും, എന്തെങ്കിലും രാഹുലിനെ പെടുത്തണമെന്ന് ചിന്തിച്ചുകൊണ്ടായിരിക്കും നിങ്ങൾ അല്ലേ ഇത് ചെയ്തത്, നിങ്ങളല്ലേ പ്രേരിപ്പിച്ചത്, നിങ്ങൾക്കല്ലായിരുന്നു ആവശ്യം എന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇത് ഒരു കട്ട് ആൻഡ് എഡിറ്റഡ് കോൾ ആണോ എന്നൊന്നും നമുക്കറിയത്തില്ല. ഇതിപ്പോൾ ഇതിൻ്റെ പിന്നിൽ കുറേ രാഷ്ട്രീയ അജണ്ടകളുണ്ട്. അതിലൊക്കെ നമുക്ക് വരാം കേട്ടോ, ഇപ്പോൾ വരാം. എനിക്ക് പറ്റുമെന്ന് തോന്നുന്നു. ആരുടെ സഹായം ഇല്ലാതെ, ഒരു മനുഷ്യന്റെ സഹായം ഇല്ലാതെ ചെയ്തു തരുമെന്ന് തോന്നുന്നു. എനിക്കറിയാം, എനിക്ക് ഒരുപാട് മാറി. ഇങ്ങനൊന്നും ആയിരുന്നില്ല. പുള്ളിക്കാരന് വേറെ ആരെങ്കിലും സെറ്റ് ആയിട്ടുണ്ടാവും. അപ്പൊ പുള്ളിക്കാരി മാറൂലേ? അല്ല, പക്ഷെ പുള്ളിക്കാരൻ മാറൂലേ? എന്തരാണ് സംഭവം എന്ന് ഇതുവരെ ഒരു പിടുത്തവും കിട്ടുന്നില്ല. അത് എന്തൊരു ഇതിൻ്റെ ഇടയ്ക്ക് എന്തരാണ്ടോ സംഭവം ഉണ്ട്, പക്ഷെ എന്തരാണ് സംഭവം എന്നുള്ളതാണ് നമുക്ക് പിടികിട്ടാത്തത്. ഇനി നമ്മളിത് നോക്കുകയാണെങ്കിൽ പല കോളുകൾ വന്നതിനകത്തും എല്ലായിടത്തും സമാന്തരമായ രീതിയിലാണ് രാഹുലിൻ്റെ പെരുമാറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ കോളെല്ലാം ഒറിജിനലാണോ ഫേക്കാണോ എന്നൊന്നും നിയമത്തിൻ്റെ ഭാഗത്തു നിന്ന് തെളിഞ്ഞിട്ടില്ല. അതെന്തെങ്കിലുമൊക്കെ തെളിയട്ടെ. തെളിയുമ്പോൾ നമുക്ക് പറയും. ഇപ്പോൾ ദിലീപിൻ്റെ കേസ് വന്നിട്ട് നമ്മൾ കണ്ടില്ല, എത്ര വർഷം വലിച്ചു നീട്ടിക്കൊണ്ട് പോകുന്നു. സോ ഇത് ഉടനെ ഒന്നും ഇവർ തെളിവാകത്തില്ല. രാഹുലിനെതിരെയുള്ള അച്ചടക്ക നടപടികളും കാര്യങ്ങളും എല്ലാം ഇവർ എടുത്തിട്ടുണ്ട്, പാർട്ടിക്കകത്ത് നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി രാഹുൽ ഇതിന് വന്ന് മറുപടി പ്രഭാഷണം നടത്തുന്നുണ്ട്. ഈ മറുപടിക്കകത്ത് പുള്ളി ഒരിക്കലും ഇതെൻ്റെ അല്ല, എൻ്റെ ഗർഭം ഇങ്ങനല്ല എന്ന് പുള്ളിക്കാരൻ പറയുന്നില്ല. പുള്ളിക്കാരൻ സുഹൃത്തെ മനുവായിട്ട് സംസാരിക്കും, സുഹൃത്തെ ഈ സാധനമാണ് പുള്ളിക്കാരൻ അവിടെ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. സോ ഇത് യാഥാർത്ഥ്യമാണെന്ന് നമുക്ക് തോന്നുന്നു. കാരണം അല്ല, പുള്ളിയുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ പുള്ളിക്കാരൻ നാക്ക് വെച്ച് മലത്തിടിക്കുന്ന ടീമാണ്, പൊറോട്ട അടിക്കുന്ന പോലെ അടിക്കുന്ന ടീമാണ്. അങ്ങനെ പുള്ളിക്കാരൻ അടിച്ചില്ല. അപ്പം അതിൻ്റെ അർത്ഥം ഇതിനകത്ത് എന്തോ ഒരു സംതിങ് ഫിഷി ഉണ്ടെന്ന് തന്നെയാണ് നമുക്ക് രാഹുലിൻ്റെ മറുപടിയും കൂടെ നോക്കാം. അതിന്റെ ഒരു ഘട്ടം കഴിയുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു തുടങ്ങാം. ഓഡിയോയും വാട്സ്ആപ്പ് ചാറ്റും രാഹുൽ തന്നെയാണ്. ഞാൻ ചോദിച്ചോട്ടെ, അതൊരു ശരിയായ മാധ്യമ രീതിയാണോ? നിങ്ങളൊരു ക്രൈമല്ലേ? അപ്പൊ അത് ഓഡിയോ രാഹുലിന്റെ ആണോ എന്നുള്ള ഒറ്റ ചോദ്യമാണ്. കാരണം ഒരു സഹോദര അങ്ങ് വ്യഗ്രത കാണിക്കണ്ട. നിങ്ങള് എന്റേതാണെന്നും പറഞ്ഞ് നിങ്ങൾ ഒരു വോയിസ് കൊടുക്കുന്നു. ആ കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്നോട് വിളിച്ചിട്ട്, സാധാരണ മാധ്യമ പ്രവർത്തനം അങ്ങനെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, നിങ്ങൾ ഇതിങ്ങനെ ഒരു വോയിസ് ഞങ്ങളുടെ കിട്ടിയിട്ടുണ്ട്, ഈ വോയിസ് നിങ്ങളുടേതാണോ എന്ന് എന്നോട് ചോദിച്ചതിന് ശേഷം അപ്പോൾ പുള്ളി പറയും എൻ്റെതല്ല, അത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നിന്റെ ചാനലിൽ ഞാൻ പൂട്ടിക്കും എന്ന് പറയും. അല്ലേ? അങ്ങനല്ലേ പറയത്തുള്ളൂ? അല്ല, പുള്ളിക്കാരൻ പറയാം എൻ്റെ വോയിസ് മുന്നേ പബ്ലിഷ് ചെയ്യും നീ അങ്ങോട്ട് എന്ന് നിങ്ങൾ പറയുമോ? എന്ന് നിങ്ങൾ ഒരിക്കലും പറയത്തില്ല. ഇതിനകത്ത് ഒരിക്കലും ഈ വോയിസ് താങ്കളുടേതാണോ എന്ന ചോദ്യത്തിന് അല്ല എന്നോ ആണോ എന്നോ ആണ് മറുപടി പറയേണ്ടത്. പുള്ളിക്കാരൻ ആ രണ്ട് മറുപടിയല്ലേ പറഞ്ഞത്. സുഹൃത്തെ, ഇത് ശരിയായൊരു മാധ്യമധർമ്മമാണോ? ഈ മാധ്യമധർമ്മം ശരിയാണോ? നിങ്ങൾ ഇങ്ങനെ ഒരു വോയിസ് കിട്ടുന്നതിന് മുമ്പ് നിങ്ങൾ എന്നെ വിളിച്ച് ചോദിച്ചോ? നിങ്ങൾക്ക് എന്നെ അറിയാൻ പാടില്ലായിരുന്നു? എന്നെ വിളിച്ചൊരു വാക്ക് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ അന്ന് പറഞ്ഞേനെ അതെൻ്റെതാണ്, പബ്ലിഷ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെയാണോ പറയണ്ടേ? മറുപടി ഇല്ലാത്തതുകൊണ്ട് കിടന്ന് ഉരുളുകയാണ്. നിങ്ങൾ അത് കൊടുക്കുന്നതിനകത്ത് എനിക്ക് മനസ്സിലാക്കാം. നിങ്ങൾ ഒരു വോയിസ് എന്റേതാണെന്നും പറഞ്ഞ് എന്റെ ചിത്രം ഉൾപ്പെടെ വെച്ച് കൊടുത്തതിന് ശേഷം
പിന്നെ അത് എന്നോട് എന്റേതാണോ എന്ന് ചോദിക്കുന്നത് എന്റേതല്ല എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ, എന്റേതാണെന്നും പറയുന്നില്ല, എന്റേതല്ലെന്നും പറയുന്നില്ല. നിങ്ങൾ കൊടുത്തു, നിങ്ങൾ എന്റെ ഫോട്ടോ ഒക്കെ വെച്ച് കൊടുത്തു, അതിന് ശേഷം എന്നോട് വന്നിട്ട് നിങ്ങളുടെ ആണോ എന്ന് ചോദിക്കുന്ന കാര്യമില്ല. അപ്പൊ നിങ്ങൾക്കെതിരെ ഞാൻ തോന്നിയ ഒരു ഫേക്ക് അലിഗേഷൻ ഒക്കെ പറയുകയാണ്. അപ്പൊ എനിക്ക് എന്തും പറയാം. രാഹുൽ അതിന് കുറ്റമൊന്നും പറയത്തില്ലല്ലേ, തെറ്റൊന്നും പറയത്തില്ല. എന്നോട് ചോദിച്ചില്ലല്ലോ, എന്നോട് ചോദിച്ചാൽ ഞാൻ അങ്ങനെയാണോ? നിങ്ങൾക്കെതിരെ വന്നൊരു അലിഗേഷൻ, നിങ്ങളൊരു രാഷ്ട്രീയ പ്രവർത്തനമായിരിക്കുക, അതിനെതിരെ സംസാരിക്കുക, അല്ലെങ്കിൽ ഇതാണ് ഇതിന്റെ ശരി, ഞാൻ തെറ്റുകാരനല്ല കുറ്റക്കാരനല്ല എന്ന് തെളിയിക്കാനുള്ളൊരു മിനിമം സംഭവം നിങ്ങൾക്കില്ലേ? ഈ പെട്ടെന്ന് ഈ അങ്ങ് ചൂടാകണ്ട, നമ്മൾ വളരെ കൂളായിട്ട് പത്രസമ്മേളനം നടക്കുകയാണല്ലോ, ആ രീതി മതി, ആ ടോൺ മതി. അതായത് നിങ്ങളൊരു ആ ടോൺ മതി, കൂടുതൽ ഇങ്ങോട്ട് കലിപ്പിച്ചുകൊണ്ടുള്ള പരിപാടി വേണ്ട കേട്ടോ. എന്റെ പൊന്നാണ്, നിങ്ങൾക്കെതിരെ ഒരു അലിഗേഷൻ വന്നിട്ടിരിക്കുകയാണ്. നിങ്ങൾ കുറ്റക്കാരന്റെ ഒരു മുഖചിത്രം ചാർത്തി അവിടെ ഇരിക്കുകയാണ്. അപ്പൊ നിങ്ങളോട് പല ചോദ്യങ്ങളും ചോദിക്കും. ആ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഉടനെ അതിന്റെ അർത്ഥം മര്യാദയ്ക്ക് കിടക്കടാ, ആ സാധനം അല്ല. നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള മറുപടി ഈ വിഷയത്തിലില്ല. ആ സാധനമൊക്കെ നിങ്ങളുടെയാണെന്ന് തെളിയിക്കുന്ന പല സാധനങ്ങളാണ് നിങ്ങളുടെ ഈ പല പല ആക്ഷൻസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വോയിസ് കൊടുത്തു, ആ വോയിസ് കൊടുത്ത് പിന്നെ എന്റെ പാർട്ടല്ലേ, എന്റെ പാർട്ടിലുള്ള കാര്യം ഞാൻ ആദ്യത്തെ ദിവസം തന്നെ പറഞ്ഞു. ഈ അന്വേഷണം മുന്നോട്ട് പോയതിന് ശേഷം ഒരു ഘട്ടം കഴിയുമ്പോൾ എനിക്ക് എപ്പോഴാണോ അതിന്റെ ബാക്കി കാര്യങ്ങൾ ആഡ് ചെയ്യാനുള്ളത് ആ സമയത്ത് ഞാൻ ആഡ് ചെയ്യുകയും എനിക്ക് നിയമപരമായി മുന്നോട്ട് പോകാനുള്ള അവകാശം രാജ്യത്തുണ്ടല്ലോ. ഈ രാജ്യത്ത് എനിക്ക് മുന്നോട്ട് പോകാൻ ഈ രാജ്യത്തിന്റെ നിയമത്തിനെതിരെയുള്ള ഒരു തെറ്റുകളും ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ സത്യസന്ധനാണ്, എൻ്റെ കൈകൾ ശുദ്ധമാണ് എന്നൊക്കെ ഉള്ള രീതിയിലാണ് രാഹുൽ അതിനെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പുള്ളിക്കാരൻ്റെ കൈകൾ ശുദ്ധമാണെന്നൊന്നും ചിന്തിക്കുന്നില്ല. പുള്ളിക്കാരനെതിരെ ഇത് കേസിടാനോ അതിനുള്ള വകുപ്പുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇതുവരെ ലൂപ്പ് ഹോൾ അറിഞ്ഞിട്ടാണോ സംസാരിക്കുന്നതെന്ന് എനിക്കറിയില്ല. ബേസിക്കലി സംഭവം ആക്ച്വലി സ്പീക്കിംഗ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് ഒരിക്കലും ശരിയാണെന്ന് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. പുള്ളിയുടെ ഭാഗത്തു നിന്ന് ഒരുപാട് തെറ്റുകൾ വന്നിട്ടുണ്ട്. ഇതെല്ലാം വളരെയധികം അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട തെറ്റുകൾ തന്നെയാണ്. പുള്ളിക്കാരന് ഇതൊക്കെ ശരിയാണെന്ന് തെളിയുകയാണെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ തന്നെ അല്ലെങ്കിൽ UDF പാർട്ടി അവരുടെ ഒരു ഇമേജ് നിലനിർത്തുന്നതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തെ മാറ്റണമെന്ന് തന്നെയാണ് എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു നേതാവായിരുന്നു ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ. പക്ഷേ പുള്ളിക്കാരൻ യുവാക്കൾക്ക് കാണിച്ചു കൊടുത്ത മാതൃക വളരെ തെറ്റാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇനി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇലക്ഷൻ അടുത്ത് വരികയാണ്. ഇലക്ഷൻ അടുത്ത് വരുന്ന സമയത്ത് പലതരത്തിലുള്ള കോൺട്രവേഴ്സികളും പല ആൾക്കാരും ഉണ്ടാവും, ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്, ഉണ്ടാക്കാറുമുണ്ട്. സോ ഇപ്പോൾ ഒരു അമ്പലത്തിലെ സ്വർണം മോഷണം പോയൊരു സീൻ നടപ്പുണ്ടായിരുന്നു. അപ്പോൾ സ്വർണം മോഷണം പോയ സീൻ ലവറുടെ തലയ്ക്ക് ഇരിക്കുക, ലവറുടെ തലയ്ക്ക് അത് ലിവറുടെ തലയ്ക്കോട്ടാക്കണമെങ്കിൽ ഇപ്പോൾ ഇന്നമാതിരി ഒരു കുലിസത കേസ് വരണം. അപ്പോൾ ഇവരുടെ തലയ്ക്കോട്ടാക്കി, അതും തെറ്റ് ഇതും തെറ്റ്. അപ്പോൾ അറ്റ് സിറ്റി വാട്ടർ പിപ്പി അക്കം തക്കം പൊക്കം, ഇവനാണ് വലിയ തെറ്റ്. ഈ സെറ്റപ്പാണ് ഇതിനകത്ത് നടന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളെ ലാലേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഇത് യുദ്ധം ചെറിയ തിന്മയും വലിയ തിന്മയും തമ്മിലാണ്. ഇതിനകത്ത് ഏത് തിന്മ ജയിക്കുമെന്ന് മാത്രം നമുക്ക് അറിഞ്ഞാൽ മതി. ഇത് മൊത്തത്തിൽ എനിക്കറിയാൻ പാടില്ല. നിങ്ങൾക്ക് ഇതിനകത്ത് ആരുടെ പക്ഷത്താണ് ന്യായമെന്ന് തോന്നുന്നതെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കമൻറ്റുകളെ രേഖപ്പെടുത്തും. മറ്റൊരു ബൈ.